ചോദ്യങ്ങളായിരിക്കും ചോദിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കേശം എന്ന് പറയുന്നത് അവിടുത്തെ അസറാണ്. ഈ അസർ അത് ബർക്കത്തെടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് സനദ് വേണോന്നാ. അസർ ബർക്കത്തെടുക്കുക എന്ന് പറഞ്ഞാൽ ഈ അസർ ആവേണ്ടതില്ലേ? ബർക്കത്തെടുക്കുക എന്ന് പറയുന്നത് എന്തിൽ നിന്ന് പോന്നതാണത്? അസർ കൊണ്ട് ബർക്കത്തെടുക്കണമെന്നുണ്ടെങ്കിൽ അത് അസർ ആവേണ്ടതല്ലേ? അസർ ആണ് എന്ന് തീരുമാനിക്കാൻ 3 മാനദണ്ഡങ്ങൾ ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, അത് മൗദു അല്ലാതിരിക്കുക, അതിന്റെ കാകത്തുക മൗദു അല്ലാതിരിക്കുക എന്നുള്ളതാണ്, അഥവാ വ്യാജമല്ലാതിരിക്കുക എന്നുള്ളതാണ്. വ്യാജമല്ലാതിരിക്കണമെന്നുണ്ടെങ്കിൽ 3 മാനദണ്ഡം ഇമാമിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. വളരെ വ്യക്തമായിട്ട് തന്നെ അവർ പഠിപ്പിച്ചിട്ടുണ്ട്. വളരെ വ്യക്തമായിട്ട് തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒന്ന്, അത് സനദിലൂടെ അറിയപ്പെട്ടതായിരിക്കണം, അതല്ലെങ്കിൽ ഇസ്തിഹാർ കൊണ്ട് അറിയപ്പെട്ടതായിരിക്കണം, അതല്ലെങ്കിൽ ഖുസൂസിയത്ത് കൊണ്ട് അറിയപ്പെട്ടതായിരിക്കണം. ഖുസൂസിയത്ത് കൊണ്ട് തെളിയിച്ച സംഭവം ഇമാം ശിഹാബുദ്ദീൻ അൽ ഖഫാജി റളിയല്ലാഹു തആല അൻഹു തന്റെ നസീമുർ റിയാദിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇമാം ദഹബി, അല്ലാമ ദഹബി തന്റെ താരീഖുൽ ഇസ്ലാമിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇസ്തിഹാർ കൊണ്ട് അറിയപ്പെടുക എന്നുള്ളത് ബഹുമാനപ്പെട്ട അബ്ദുൽ ഗനി നാബുലുസി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഇമാം യൂസുഫ് നബ്ഹാനി റളിയല്ലാഹു തആല അൻഹു തന്റെ ജവാഹിറുൽ ബിഹാറിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട അഹ്മദ് റളാഖാൻ അൽ ബറേൽവി റഹ്മഹുല്ല അദ്ദേഹത്തിന്റെ ബദറുൽ അൻവാറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലേ? സനദുകൾ നോക്കി പരിശോധിക്കുവാൻ ഈ കാലത്തുള്ള ആൾക്കാർക്ക് കഴിയൂല എന്ന് വന്നാൽ തന്നെ സനദ് വേണ്ടാന്നാണ് അതിന്റെ അർത്ഥം. സനദ് നോക്കി പരിശോധിക്കാൻ ഈ കാലത്തുള്ള ആൾക്കാർക്ക് കഴിയൂല എന്നാണെങ്കിലും സനദ് വേണ്ട എന്നല്ല അതിന്റെ അർത്ഥം. ആർക്കെങ്കിലും എന്തും വിളിച്ചു പറയാമെന്നല്ല ഇതിന്റെ അർത്ഥം. ഏറ്റവും ചുരുങ്ങിയത് തനിക്ക് എവിടുന്ന് കിട്ടി, അയാൾക്ക് എവിടുന്ന് കിട്ടി എന്നുള്ളത് ഏറ്റവും അയാളെ സമീപകാലത്തുള്ള ആളുകളെങ്കിലും അയാൾക്ക് വിശദീകരിക്കാൻ കഴിയണ്ടേ? അങ്ങനെ 2-3-4 തലമുറയെങ്കിലും അയാൾക്ക് പറയാൻ കഴിയണ്ടേ? ഇനി അതിന് സാധിച്ചിട്ടില്ലെങ്കിൽ ഇസ്തിഹാർ കൊണ്ട്, അതല്ലേ ബഹുമാനപ്പെട്ട ഇമാം മഹ്ദി റളിയല്ലാഹു തആല അൻഹു, നമ്മളെ ആഖിറു സമാനിൽ വരുന്ന ഇമാം മഹ്ദി അല്ല, ഇതേപോലെ തത്തുല്യമായ ഒരു അസർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അസറാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്തപ്പോ അദ്ദേഹം പറഞ്ഞെന്താ? ഖാലൽ മഹ്ദിയു വല്ലാഹി മാ ഹുമാ ബിനഅലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നഅല് അല്ല, ചെരുപ്പുകളല്ല അത് രണ്ടും. വമിൻ ഐന സാറത ലഹു അബി മീറാസിൻ അം ബിശിറാഇൻ അം ബിഹിബത്തിൻ. എവിടുന്ന് കിട്ടിയ അയാൾക്കത്? അനന്തരം കിട്ടിയതാണോ? പൈസ കൊടുത്ത് വാങ്ങിയതാണോ? ദാനം കിട്ടിയതാണോ എന്ന് ചോദിച്ചുകൊണ്ട് അത് മൗദു ആണെന്ന് സ്ഥിരപ്പെടുത്തിയിരിക്കുകയാണ്. ഇതാരാ ഉദ്ധരിച്ചത്? ബഹുമാനപ്പെട്ട ഇമാം ബദറുദ്ദീൻ സർക്കശി റളിയല്ലാഹു തആല തന്റെ അന്നുഖത്ത് അദാ മുഖദ്ദിമത്തി ബിൻ സലാഹിൽ അത് കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട്. പിന്നെ മുതഖദ്ദിമീങ്ങളായ ആളുകൾക്ക് മാത്രമേ ഒരു സനദിന്റെ സിഹത്തും ദഅഫും പരിശോധിക്കാൻ പറ്റുകയുള്ളൂ എന്ന് അഭിപ്രായപ്പെട്ട ഇമാമികളുണ്ട്. മുതഅഖിരീങ്ങളായ ആളുകൾക്കും സിഹത്തുൽ ദഅഫ്, മുതഅഖിരീങ്ങളായ അഥവാ പിൻഗാമികളായ ഇമാമുമാർക്കും സനദിന്റെ സിഹത്തും ദഅഫും പരിശോധിക്കാൻ അവഗാഹമുള്ളവർക്ക് സാധിക്കുമെന്ന് അഭിപ്രായക്കാരാണ് മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹുവും അതുപോലെ തന്നെ മഹാനായിരിക്കുന്ന ഇമാം ഇബ്നു സലാഹ് റളിയല്ലാഹു അൻഹുവും. അതൊന്നും ഞങ്ങൾ പഠിപ്പിക്കണ്ട, അതൊക്കെ വളരെ കൃത്യമായിട്ട് തന്നെ പഠിച്ചിട്ടാണ് ഞങ്ങളിത് സംസാരിക്കുന്നത്. വെറുതെ അതൊന്നും പറയല്ല, നെന്നാമൂന്നെ പറയല്ലത്, വെറുതെ നെന്നാമൂന്നെ പറയല്ല. പിന്നെ സാധാരണ ഇവർ പറയുന്നൊരു വാക്കുണ്ട്, അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മളെ ഭാര്യ പ്രസവിച്ച് അങ്ങനെ പ്രസവ റൂമിൽ നിന്ന് കൊണ്ടുവരുന്ന കുട്ടി നമ്മുടേതാണെന്ന് അതെങ്ങനെ മനസ്സിലാക്കുക? ഇവരോട് നമുക്ക് പറയാനുള്ള മറുപടി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ചേർക്കപ്പെടുന്ന കാര്യവും മറ്റുള്ള കാര്യവും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നുള്ളതാണ്. എന്താ വ്യത്യാസം? ഒന്ന് ദീനിന്റെ മബിലയാണ്, മറ്റേത് ദീനുമായിട്ട് ബന്ധമല്ല. അയാളുടെ ഭാര്യ പ്രസവിച്ച കുട്ടി അയാളുടേതായാലും അയാളുടേതല്ലെങ്കിലും അത് ഇസ്ലാം ദീനിനെ യാതൊരു നിലക്കും ബാധിക്കുന്നില്ല. അത് അയാളുടെ ഹുസ്നുദ്ധനുസരിച്ച് അയാൾക്ക് സ്വീകരിക്കാതിരിക്കാം, അത് അയാളുടെ വൈയക്തികമായ പേഴ്സണൽ വിഷയമാണ്. അപ്പൊ ആ വിഷയം പറഞ്ഞുകാണ്ട് ഈ വിഷയത്തോട് കൂട്ടിക്കെട്ടുന്നവൻ
കടുത്ത ധിക്കാരമാണ് പറയുന്നത്, കടുത്ത തെറ്റാണ് പറയുന്നത്. ഹദ്ദിസു അൻ ബനി ഇസ്രായീല വലാ ഹറജാന, ബനു ഇസ്രായേലുകാരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന സംഭവങ്ങൾ നിങ്ങൾ പറഞ്ഞോളൂ, അതിൽ കുഴപ്പമൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസാണ്. അതേസമയത്ത് മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫൽയതബവ്വ മഖഅദഹു മിനൻ നാർ, എന്റെ പേരിൽ എന്റെ മേൽ ആരെങ്കിലും എന്ത് കളവ് പറഞ്ഞാലും, അത് നബി പറഞ്ഞു എന്ന് പറഞ്ഞ കളവാവട്ടെ, നബി പ്രവർത്തിച്ചു എന്ന് പറയുന്ന കളവാവട്ടെ, നബി മൗനാനുവാദം നൽകി എന്ന് പറയുന്ന കളവാവട്ടെ, നബിയുടെ ശരീരഭാഗമാണെന്ന് പറയുന്ന കളവാവട്ടെ, നബി ഉപയോഗിച്ച വസ്തുവാണെന്ന് പറയുന്ന കളവാവട്ടെ, അത് ഇന്നത് എന്നില്ല. ആ വാക്ക് മുത്ലഖാണ്. ആ വാക്ക് അതിന്റെ ഉമൂമിന്റെ മേൽ ചുമത്തണം. മൻ കദബ അലയ്യ, എന്റെ മേൽ കളവ് പറഞ്ഞാൽ, ആ കളവ് എന്ന് പറഞ്ഞാൽ അതിന്റെ മഫ്ഊൽ കളയപ്പെട്ടതാണ്. മൻ കദബ അലയ്യ ഖൗലി, മൻ കദബ അലയ്യ ഖൗലൻ എന്ന് അതിന് മഫ്ഊൽ പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ മൻ കദബ അലയ്യ ഫിഅലൻ എന്ന് പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ മൻ കദബ അലയ്യ തഖരീറൻ എന്ന് പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ മൻ കദബ അലയ്യ അസറൻ എന്ന് പറഞ്ഞിട്ടില്ല. നബിയുമായി നബിയിലേക്ക് മൻസൂബാകുന്ന ഏതൊരു കാര്യവും അത് ഇന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിബന്ധന പറയാത്ത കാലത്തോളം ആ വാക്ക് അതിന്റെ വ്യാപ്തിയിൽ നിലനിർത്തണം എന്നാണ് അറബി സാഹിത്യം നമ്മെ പഠിപ്പിക്കുന്നത്. ഉസൂലുൽ ഫിഖ് അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു കൃത്യമായിട്ട് തന്നെ പറഞ്ഞത്. എന്താ പറഞ്ഞത്? ലാ ഫർഖ ഫീ തഹരീമിൽ കദിബി അലൈഹി ബൈനമാ കാന ഫിൽ അഹ്കാമി വമാ ലാ ഹുക്മ ഫീഹി. നബിയുടെ മേൽ കളവ് പറയൽ ഹറാമാണെന്നുള്ള മസ്അലയിൽ ഒരു വ്യത്യാസവുമില്ല. അത് വിധിവിലക്കുകളുമായി ബന്ധപ്പെട്ടതാവട്ടെ അല്ലാത്തതാവട്ടെ. അല്ലാത്തതെന്ന് പറഞ്ഞാൽ ഏതുപോലെയൊക്കെ തർഗീബ് വത്തർഹീബ് വൽ മവാഇലി വഗൈരി ദാലിക, അത് പ്രോത്സാഹിപ്പിക്കുന്ന കാര്യങ്ങളാവട്ടെ, ഭീതിപ്പെടുത്തുന്ന സംഗതികളാവട്ടെ, ഉപദേശ നിർദ്ദേശങ്ങളാവട്ടെ, മറ്റെന്തുമാവട്ടെ എന്നാണ് ഇമാം നവവിയുടെ ഇബാറത്താണ് ഞാൻ വായിച്ചത്. ഫകുല്ലുഹു ഹറാമുൻ മിൻ അക്ബറിൽ കബായിരി വ അഖ്ബഹിൽ ഖബായിഹ്, അതെല്ലാം കടുത്ത തെറ്റാണ് എന്ന് മാത്രമല്ല വൻദോഷങ്ങളിൽ ഏറ്റവും വലിയ ദോഷമാണ്. ചീത്ത പ്രവൃത്തികളിൽ ഏറ്റവും വടക്കായ പ്രവൃത്തിയാണ്. അതിനെന്താ പ്രമാണം എന്നുള്ളതല്ലേ? ഇമാം നവവി തങ്ങൾ പറയാണ്, ബിഇജ്മാഇൽ മുസ്ലിമീന അല്ലദീന യുഅ്തദ്ദു ബിഹിം ഫിൽ ഇജ്മാഅ്, മുസ്ലിം ലോകത്തിന്റെ ഐക്യകണ്ഠേനയുള്ള തീരുമാനമാണത്. അതാണ് ഇമാം നവവി തങ്ങൾ പറഞ്ഞത്. മനസ്സിലായോ? അത്രയും ഗൗരവപ്പെട്ട കാര്യമാണ്. ആ ഒരു അക്ബഹുൽ ഖബായിഹായിട്ടുള്ള അക്ബറുൽ ഖബായിറായിട്ടുള്ള വിഷയമാണ് ഈ മുടി സംബന്ധമായിട്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ കൃത്യമായി പറഞ്ഞത് ഇത് നബിയുടേതല്ല, ഇത് നബിയുടേതല്ല എന്ന് സമർത്ഥിക്കാൻ തയ്യാറാണ്. അപ്പൊ ഈ പൊട്ടന്മാര് മനസ്സിലാക്കിയത് എന്താണ്? കാരന്തൂർ മർക്കസിലുള്ള കേശങ്ങൾ നബിയുടേതല്ലെന്നു സമർത്ഥിക്കുവാൻ ഞങ്ങൾ തയ്യാറാണ്. എന്താ ഈ സമർത്ഥിക്കുക എന്ന് പറഞ്ഞാല്? സമർത്ഥിക്കുക എന്നുള്ളതിന് അറബിയിൽ ഇസ്ബാത്ത് എന്നാണ് പറയുക. ഇസ്ബാത്ത് എന്ന് പറഞ്ഞാൽ സമർത്ഥിക്കുക, സ്ഥിരപ്പെടുത്തുക എന്നാണ്. എന്തിനെയാണ് സമർത്ഥിക്കുന്നത്, എന്തിനെയാണ് സ്ഥിരപ്പെടുത്തുന്നത്? അത് അതിന്റെ മുലാഫി ഇലൈഹിൽ പറഞ്ഞ വിഷയമാണ്. അഥവാ നബിയുടേതല്ല. അപ്പോ സമർത്ഥിക്കപ്പെടുന്നതിനെ കുറിച്ചാണ് വാദം എന്ന് പറയുക. ആ വാദത്തിന് തെളിവുകൾ പറഞ്ഞിട്ട് അതിനെ സ്ഥിരപ്പെടുത്തുന്നതിനെ സംബന്ധിച്ചാണ് സമർത്ഥനം എന്ന് പറയുക, ഇസ്ബാത്ത് എന്ന് പറയുക. ഇസ്ബാത്ത് എന്നുള്ളത് ഈ വാദം ഉന്നയിക്കുന്നവന്റെ പ്രവൃത്തിയാണ്. വാദം ഉന്നയിക്കുക എന്നുള്ളത് വ്യവസ്ഥ ചർച്ച ചെയ്യുമ്പോഴാണ് അത് പൂർണ്ണമാവുക. അതിനുശേഷം വാദപ്രതിവാദ ദിവസത്തിൽ വിഷയാവതരണം നടത്തി ചോദ്യോത്തരവേളയിൽ നടത്തുന്ന തെളിവുകളിലൂടെയുള്ള സമർത്ഥനത്തെ സംബന്ധിച്ചാണ് ഇസ്ബാത്ത് എന്ന് പറയുക. ഈ പൊട്ടന്മാരുണ്ടല്ലോ ഇന്നിപ്പോ വ്യവസ്ഥക്ക് വന്ന ഏപ്പിക്കാരിൽപ്പെട്ട ആൾക്കാർ, അവര് നമ്മളെ വാദത്തെ ക്രോസ് ചെയ്തിട്ട് മറുവാദം എഴുതി തന്നത് എങ്ങനെ എഴുതി തന്നത്? നിങ്ങളുടെ വാദം സാലിബകുല്ലിയയാണ്. അപ്പൊ സാലിബകുല്ലിയ എന്ന് പറഞ്ഞാൽ നിഷേധിക്കുന്ന അഥവാ ഇല്ല എന്ന് പറയുന്ന വാദമാണ്. അപ്പൊ ആ വാദത്തെ ഞങ്ങൾക്ക് എതിർക്കണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സാധ്യതയിൽ ആണെന്ന് വന്നാൽ മതിയല്ലോ. എന്നാ പിന്നെ ഏതാ നിങ്ങളെ മറുവാദം? അങ്ങനെ അവരുടെ മധ്യസ്ഥൻ മുഖാന്തരം അവരൊരു മറുവാദം വായിപ്പിച്ചു. മധ്യസ്ഥൻ എന്താ പറഞ്ഞത്? കാരന്തൂർ മർക്കസിലുള്ള കേശങ്ങൾ നബിയുടേതല്ലെന്ന് സമർത്ഥിക്കുന്നു, ഇതാണ് നിങ്ങളുടെ നിഷേധവാദം. അപ്പത്തന്നെ ഞങ്ങൾ ചോദിച്ചു,
സമർത്ഥിക്കുന്നു എന്നുള്ളത് നിഷേധിക്കുന്ന, സമർത്ഥിക്കുന്നു എന്നുള്ളത് സ്ഥിരീകരിക്കലല്ലേ? അതിന് മുസ്ബത്ത് എന്നല്ല പറയാ, അതിന് നഫീ എന്നാ പറയാ. അത് സ്ഥിരീകരിക്കലല്ല, അത് പോസിറ്റീവല്ല, അത് നെഗറ്റീവല്ല. അപ്പൊ ഒരു വാചകത്തിന്റെ ഗതി പോലും, ഒരു മലയാള വാചകത്തിന്റെ അത് ഏത് ഇനത്തിൽപ്പെട്ടതാണെന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാത്തവരായോ സുന്നീസം നമ്മളോട് ഇന്ന് നമ്മളോട് സംസാരിക്കാൻ വേണ്ടി വന്നത്? സത്യത്തിൽ വളരെ പ്രഗത്ഭമായിട്ട് ബഹുമാനപ്പെട്ട സലീം ഫൈസി ഇർഫാനിയും മുസ്തഫ അഷ്റഫിയും ഇടയ്ക്ക് വെച്ചിട്ട് നല്ലൊരു കൊട്ട് കൊടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട ഗഫൂർ അൻവരി ഉസ്താദും ശക്തമായിട്ട് ഇവരുടെ ഈ പോയത്തരങ്ങൾ വിളിച്ചു പറഞ്ഞോടെ ഒന്നുകൂടി ആ വിഷയം അവരെ മലർത്തിയടിക്കാൻ, കൂടുതൽ ചേരുവകൾ ചേർത്തുകൊണ്ട് സംസാരിക്കാൻ അവിടെ ഉചിതമായിരുന്നത് എന്റെ പേഴ്സണൽ അഭിപ്രായ പ്രകാരം നൗഷാദ് സാഹിബായിരുന്നു. പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാല് അപ്പുറത്തുനിന്ന് സംസാരിക്കുന്നത് സക്കാഫിമാരാകുമ്പോ ഇനി ഇപ്പുറത്തുനിന്ന് സംസാരിക്കുമ്പോഴും ബിരുദധാരികളായിക്കോട്ടെ എന്നുള്ളത് ഒരു സാമാന്യ നീതിയല്ലേ എന്നുള്ളത് മാത്രം കണക്കിലെടുത്തുകൊണ്ട് തൽക്കാലം ഞങ്ങളൊക്കെ സംസാരിച്ചു എന്നേ ഉള്ളൂ. അവിടെ ആ വിഷയം എന്റെ തീരുമാനമാകുമായിരുന്നു എന്ന് എന്റെ അഭിപ്രായം ഇപ്പൊ തോന്നുന്നത്. സുനീസം സംസാരിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഈ വിഷയത്തിലേക്ക് അവർ കടന്നു വരേണ്ടേ? ഇവിടെ എന്തെല്ലാം കളവാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ അബ്ദുൽ ഹക്കീം അസ്സരിയുടെ തിരുകേശം മദീനയുടെ സമ്മാനം എന്നുള്ള ഈ പുസ്തകത്തിൽ എന്താ പറഞ്ഞത്? രണ്ടാമത്തെ തിരുകേശം ലഭിച്ചത് ഹസ്രജി ഗോത്രത്തിലെ ആലു ഹിലാൽ കുടുംബത്തിൽ നിന്നാണ്. അവരിൽ റാഫി ഇബ്നു മാലിക് ബിൻ അസ്സർഖി എന്നവരുണ്ടായിരുന്നു. ആ സഹാബിക്കാണ് ആദ്യമായിട്ട് ആ തിരുകേശം കിട്ടിയത് എന്ന് അതിൽ എഴുതിയിട്ടുള്ളത്. എന്നിട്ട് അത് കൊടുത്തതെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹജ്ജത്തുൽ വദാഇലും ഹുദൈബിയ സന്ധിയിലൊക്കെ എത്ര കൊടുത്തത്. അത് കൊടുക്കുന്നതിന്റെ വർഷങ്ങൾക്ക് മുമ്പ് വഫാത്തായി മറമാടപ്പെട്ട് പോയ ഈ സ്വഹാബിക്ക് എങ്ങനെയാണ് 4 വർഷത്തിനും 5, 6, 7 വർഷങ്ങൾക്ക് ശേഷം വിതരണം ചെയ്യപ്പെട്ട മുടി കിട്ടി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട ആ ശിരസ്സിലുള്ള മുടികൾ മാക്സിമം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 4 തവണ തല മുണ്ഡനം ചെയ്തിട്ടുണ്ട് എന്ന് സയ്യിദുൽ ബക്കരി തന്റെ യാനത്തു ത്വാലിബീനിൽ ഉദ്ധരിക്കുന്നുണ്ട്. അതേ സമയത്ത് അല്ലാത്ത സമയത്ത് എന്താ നബി തങ്ങൾ ചെയ്യാറുണ്ടായിരുന്നത്? മാക്സിമം നബി തങ്ങളുടെ മുടി നീണ്ടുപോയാൽ ചുമലിന്റെ അതുവരെ, പിൻഭാഗത്തുള്ള മുടി ചുമല് വരെ എത്തും എന്നായിരുന്നു. അപ്പൊ ഇപ്പൊ ഒരാൾ എനിക്ക് PM ചെയ്ത് കണ്ട് ചോദിക്കുകയാണ്, നെഞ്ചിലേക്ക് നബിയുടെ മുടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഏതുപോലെ ഈസാ നബി അലി ഇസ്ലാമിനെ, യേശു ക്രിസ്തുവിനെ വരച്ചു കാണിക്കുന്ന ക്രിസ്ത്യാനികളൊക്കെ കാണിക്കുന്നത് പോലെ നെഞ്ചിലേക്ക് ഇറങ്ങുന്ന മുടിയായിരുന്നു റസൂലുള്ളാഹിക്ക് ഉണ്ടായിരുന്നത് എന്നതിലേക്ക് ഒരു ഹദീസ് PM ചെയ്തിട്ടുണ്ട്. എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിലേക്ക് വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തലയിൽ മുടി എന്തായിരുന്നു? മൊടഞ്ഞു വെച്ചിരുന്നു. മുടി മൊടഞ്ഞു വെച്ചിരുന്നു എന്ന് പറഞ്ഞത് കൊണ്ട് നെഞ്ചിലേക്ക് തൂങ്ങി അവിടുന്ന് കിട്ടി. മാക്സിമം അത് ചുമലിന്റെ അപ്പുറം പോയിട്ടില്ല എന്നുള്ളത് സർവ്വ ഇമാമികളും അതിന് ഏകോപിതരാണ്. ഈ ചുമലിന്റെ അപ്പുറം ഇറങ്ങിയില്ല, താഴേക്ക് ഇറങ്ങിയില്ല. മാക്സിമാണ് ഞാൻ പറയുന്നത്. മാക്സിമം ഇന്നത്തെ പോലെ എപ്പോഴും മുടി വെട്ടാനും ഉള്ള സൗകര്യങ്ങളും സംവിധാനങ്ങളൊന്നും അക്കാലത്ത് ഉണ്ടാവൂലല്ലോ. അപ്പൊ മാക്സിമം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ അതിൽ ഒരുപാട് ഉദ്ദേശങ്ങളുണ്ടാവും. നബി തങ്ങളുടെ മുടി ചുമലിലേക്ക് ഇറങ്ങുമ്പോൾ ആ നബി തങ്ങൾ ഇപ്പൊ നമ്മളുടെ വാര്യാവില്ല. നബി തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിന്ന് മൂത്രയിച്ചിട്ടുണ്ട്. അതിന്റെ അർത്ഥം നമ്മൾ നിന്ന് മൂത്രയിക്കണമെന്നല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ന് മൂത്രയിച്ചതിനെ സംബന്ധിച്ച് ഇമാമികൾ എന്താ പറഞ്ഞത്? അത് ബയാനുൽ ജവാസ് ആണെന്നാണ്, മഅൽ കറാഹത്തി. അത് ഹറാമില്ല, കറാഹത്താണ് എന്ന് വിശദീകരിക്കാൻ വേണ്ടി നബി തങ്ങൾ അങ്ങനെ ചെയ്തതാണ്. അത് നബിയെ അപേക്ഷിച്ച് അത് നിർബന്ധമായിരുന്നു, പക്ഷെ ഉമ്മത്തിനെ അപേക്ഷിച്ച് അത് കറാഹത്തുമാണെന്നാണ്. അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹായുടെ വീട്ടിലേക്ക് ഒരിക്കല് പാട്ട് പാടാൻ വേണ്ടി ഒരാളെ കൊണ്ടുവന്നു, പാട്ട് പാടാൻ വേണ്ടി. പക്ഷെ അയാളുടെ മുടി കണ്ടപ്പോ അയാളെ മുടി നെഞ്ചിന് താഴേക്ക്, ചുമലിന്റെ താഴേക്ക് ഇറങ്ങിയിരുന്നു. അപ്പൊ ഈ നീണ്ട മുടി കണ്ടപ്പോ ആയിഷാ ബീവി റളിയല്ലാഹു അൻഹ എന്താ പറഞ്ഞത്? അഖ്രിജൂഹു മിൻ ബൈതിനാ, ഓനെ നമ്മളെ വീട്ടിൽ നിന്ന് പുറത്താക്കണം, ഓനെ ഇവിടെ കടത്താൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. ഇമാം ബുഖാരി തങ്ങൾ തന്റെ അൽ അദബുൽ മുഫ്രദിൽ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട് ഇമാം ബുഖാരി തങ്ങൾ. അപ്പൊ അങ്ങനെയുള്ള വിഷയമാണ് മുടി നീട്ടുക എന്നുള്ള വിഷയം. ഇവര് പറഞ്ഞിട്ട് എന്തൊക്കെ പറഞ്ഞു, എത്രത്തോളം പറഞ്ഞു? 6 കൊല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുടിമ തൊട്ടിട്ടില്ല എന്നാണ് സിറാജുൽ വയന്തരവനെ എഴുതുകയും ചെയ്തു, അത് പിന്നീട് പുനഃപ്രസിദ്ധീകരിക്കുകയും ചെയ്തു. എന്നിട്ട് 6 കൊല്ലം ഒരു മനുഷ്യനെ, ഉദാഹരണമായിട്ട് പറഞ്ഞത് അമ്പലക്കട ഉസ്താദിനെയും
മറ്റേ അഷ്റഫ് ഫൈസിനെയൊക്കെയാണ് ഉദാഹരണം പറഞ്ഞത്. ആരായാലും ഇപ്പൊ നമ്മളായാലും എല്ലാവരും ഒരുപോലെ തന്നെയല്ലേ. 6 വർഷം മുടി വെട്ടാൻ അനുവദിക്കാതെ ഫുൾ ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് അവരൊരു റൂമിൽ അടച്ചിട്ടോ ഒന്നും കൊടുക്കാതെ നാം മുടി പറിച്ചിടാനും പറ്റില്ല. കാരണം 2 കൈയും പിന്നിലേക്ക് കെട്ടിയെന്ന് സങ്കല്പിക്കുക, അവരെ മുടി പറിക്കാനും കഴിയൂല. അങ്ങനെ ആയാൽ എത്രത്തോളം നീണ്ടിരിക്കുമെന്ന് സങ്കല്പിക്കുക. തത്തുല്യമായ നീളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുടികൾക്കുണ്ടായിരുന്നു എന്നല്ലേ പച്ചയായിട്ട് പരസ്യമായിട്ട് ഇവരുടെ ദിനപത്രത്തിൽ എഴുതിയത്. കളവല്ലത്. അപ്പൊ ഇത് മക്ദൂബുൻ, ഇത് മക്ദൂബാണ് എന്നുള്ളത് ഖത്അ നിലക്ക് മക്ദൂബാണ് അല്ലേ. ഹിജ്റയ്ക്ക് ശേഷം 3 പ്രാവശ്യം മാത്രമാണ് മുടിയെടുത്തത്. ഒന്ന് ഹുദൈബിയ സന്ധി നടന്ന വർഷത്തിൽ ഹുദൈബിയയിൽ വെച്ച്, അടുത്ത വർഷം ഉംറത്തുൽ ഖളാ വെച്ച്, 3 ഹജ്ജത്തുൽ വദാ വെച്ച്, 4ാമതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നീട് ഒരിക്കൽ മക്കം ഫതഹിന്റെ അന്ന് മുടി കളഞ്ഞിട്ടുണ്ട് എന്ന്. അങ്ങനെ 4 പ്രാവശ്യം, അതിപ്പോ 3 എന്നോ 4 എന്നോ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. എത്ര പ്രാവശ്യമായാലും മാക്സിമം 4 പ്രാവശ്യം എന്നും പറയുന്നുണ്ട്. വലം യഹ്ലിക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റഅസഹു ഐ ബിൽ കുല്ലിയത്തി ഫീ സിനിൽ ഹജ്റ ഇല്ലാ ആമൽ ഹുദൈബിയ. ആമൽ ഹുദൈബിയ എന്ന് പറഞ്ഞാൽ ഹിജ്റ 6ാം വർഷം തന്നെയാണ്. പക്ഷെ അതിനു മുമ്പ് എന്തായിരുന്നു സംഭവിച്ചിരുന്നത്? അതിനു മുമ്പ് ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, അതുപോലെ തന്നെ ഇമാം ഇബ്നു ഹജറിൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ഇമാം ഇബ്നു ഹജർ റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, എന്താ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുടി വെട്ടുകയായിരുന്നു. മുടി പൂർണ്ണമായിട്ട് മുണ്ടനം ചെയ്തതിനെ സംബന്ധിച്ചാണ് 3 ആണോ 4 ആണോ എന്നൊക്കെ അഭിപ്രായ വ്യത്യാസമുള്ളത്. അതേസമയത്ത് അല്ലാത്ത സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുടി വെട്ടുകയായിരുന്നു എന്നാണ് ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹും അതുപോലെ തന്നെ ഇമാം നവവി റളിയല്ലാഹു തആല അൻഹും വളരെ വ്യക്തമായിട്ട് തന്നെ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ഇമാം ഇബ്നു ഹജർ റളിയല്ലാഹു തആല അൻഹു തന്റെ ശറഹുൽ ഹംസയുടെ 100ാമത്തെ പേജിൽ ഈ കാര്യം വളരെ വ്യക്തമായിട്ട് തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. ശറഹുൽ ഹംസയുടെ 100ാമത്തെ പേജിൽ ഈ കാര്യം വളരെ വ്യക്തമായിട്ട് തന്നെ ബഹുമാനപ്പെട്ടവർ വിശദീകരിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുടി വെട്ടുകയാണ് ചെയ്യാറുണ്ടായിരുന്നത്. കാന ശഅറുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം റുബ്ബമാ യുഖസ്സറു. കണ്ടോ? കാന ശഅറുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം റുബ്ബമാ യുഖസ്സറു. പലപ്പോഴും നബി തങ്ങൾ വെട്ടാറുണ്ടായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോ ഈ 6 കൊല്ലം വെട്ടാതെ അങ്ങനെ നീട്ടി വളർത്തിക്കായിരുന്നില്ല. പിന്നെ അവിടെ വേറൊരു അഭിപ്രായം ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ് പറഞ്ഞിട്ടുള്ളത്? ബഹുമാനപ്പെട്ട ഇമാം മുനാവി റളിയല്ലാഹു തആല അൻഹുക്ക് മറ്റൊരു അഭിപ്രായമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി മാക്സിമം അതിന്റെ വളർച്ച ചുമല് വരേക്കും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് പിന്നെ മുടി വളരുമായിരുന്നില്ല. അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. ഏതായാലും ചുമലിന്റെ താഴേക്ക് മുടി നീണ്ടു എന്നുള്ള കള്ളക്കഥ ഇതിന്റെ പേരിൽ മെനഞ്ഞുണ്ടാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദാത്തു ഷരീഫുമായി ബന്ധപ്പെട്ടൊരു കള്ളക്കഥ മെനഞ്ഞുണ്ടാക്കി. അപ്പൊ ഇതൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ ഇൻഷാ അല്ലാഹ് ഞങ്ങൾക്ക് ഈ സംവാദത്തിന്റെ അവസരം കിട്ടുകയായിരുന്നുവെങ്കിൽ ഈ ഹസ്രജിയുടെ മക്കളിൽ നിന്ന് കിട്ടിയ മുടിയുമായി ബന്ധപ്പെട്ടും ജാലിയാവാലിയുടെ കയ്യിൽ നിന്ന് കിട്ടിയ മുടിയുമായി ബന്ധപ്പെട്ടും ഇവർ അതിന്റെ നാൾ വഴികളിൽ പറഞ്ഞുണ്ടാക്കിയ പെരും കള്ളങ്ങൾ ഓരോന്നുദ്ധരിച്ചുകൊണ്ട് അതുകൊണ്ടോ ഈ മുടി നബിയുടേതല്ല എന്ന് കൃത്യമായി സമർത്ഥിക്കാനുള്ള മുഴുവൻ തെളിവുകളും സമാഹരിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഒരുങ്ങി നിന്നിരുന്നത്. അത് അവർക്കും അറിയാം. ഇതുവരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാനോ ഇത് വാദിച്ച് ജയിക്കാനോ സമർത്ഥിക്കാനോ സാധ്യമല്ല എന്ന് കൃത്യമായിട്ട് അവർക്കറിയാം. പിന്നെ അവരിപ്പോ ഇന്നത്തെ അവരുടെ സംസാരത്തിൽ മൊത്തം വന്നത് എന്താണ്? ഒരു സാധ്യതയെങ്കിലും ഉണ്ടെങ്കിൽ, നബിയുടേതാവാൻ ഒരു സാധ്യതയെങ്കിലും ഉണ്ടെങ്കിൽ, സംഗതി അല്ല എന്ന് പറഞ്ഞത് നിങ്ങൾ പറഞ്ഞത് തന്നെയാണ് ശരി, പക്ഷെ ഒരു സാധ്യത അങ്ങനെ ഉണ്ടല്ലോ അല്ലേ? എന്താ വക്കാന റുബ്ബമാ ത്വാല ഹത്താ യസീറ ദുആബത്തൻ വയത്തഖിദു മിൻഹു അഖായിസ വളഫായിറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി
നീണ്ടു, എന്നിട്ട് അതിൽ നിന്ന് കുറെ മൊടഞ്ഞിടുമായിരുന്നു എന്നേ ആ പറഞ്ഞതിന് അർത്ഥമുള്ളൂ. അർബഉ വദാഇറ എന്ന് പറഞ്ഞ 4 മുടച്ചിലുകൾ നബി തങ്ങൾക്കുണ്ടായിരുന്നു. അതിന്റെ അർത്ഥം പെണ്ണുങ്ങളുടെ മുടി ചന്തി വരെ നീണ്ടുന്ന ആ രൂപത്തിലുള്ള മടച്ചിലൊന്നല്ല. ഇതൊക്കെ ജംഅ് ചെയ്തുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. ഏതെങ്കിലും ഒരു ഹദീസ് ഇമാമിയങ്ങളുടെ വിശദീകരണത്തിനെതിരെ ഹദീസ് ഉദ്ധരിക്കുക എന്നുള്ള പ്രവണത എവിടുന്ന് കിട്ടിയതാണ് ഇവർക്ക്? ഇബ്നു ഹജറുൽ ഹൈത്തമി റളിയല്ലാഹു തആല അൻഹു തന്റെ ശറഹുൽ ഹംസയിൽ ഇങ്ങനെ പറഞ്ഞു എന്ന് ഞാൻ പറയാം. അപ്പൊ ഹദീസിൽ ഇങ്ങനല്ലേ എന്ന് മറിച്ച് ചോദിക്കാം. ഇതാരെ ചോദ്യാണ്? ഏതുപോലെ ഒരാള് മറ്റൊരാളെ മുമ്പിൽ സുജൂദിൽ കിടക്കുകയാണെങ്കിൽ ഷാഫിഈ മദ്ഹബ് പറയുന്നു അത് അള്ളാഹുവിന് സുജൂദ് ചെയ്യും പോലെയുള്ള സുജൂദ് എന്ന് കരുതാത്ത രൂപത്തിലാണ് സുജൂദിൽ കിടന്നതെങ്കിൽ, ബഹുമാനിക്കാൻ വേണ്ടി മാത്രം എന്ന ഉദ്ദേശത്തോടുകൂടി ആണ് സുജൂദിൽ കിടന്നതെങ്കിൽ അത് ഹറാമാണെന്നാണ്. ഹറാം അല്ലേ? അത് ഹറാമാണെന്നാണ്. അതേസമയത്ത് അത് ശിർക്കാണ് എന്നാണ് വഹാബികൾ വാദിക്കുന്നത്. അപ്പൊ നമ്മൾ പറയും, നമ്മളെ ഇമാമിങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, അത് റൗളയിലൊക്കെ ഇമാം നവവി തങ്ങളൊക്കെ പറഞ്ഞത് എന്താണ്? അങ്ങനെ ചെയ്യുന്നത് ഹറാമാണെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ അല്ലെ? ഫത്തുൽ മീൽ പറഞ്ഞല്ലോ, അറിവില്ലാത്ത ആളുകൾ അവരുടെ ഗുരുവര്യന്മാരുടെ മുമ്പിൽ സുജൂദിൽ കിടക്കുക എന്നുള്ളത് ഹറാമാണ്. അപ്പൊ അതിന് മുജാഹിദുകൾ പറയും അല്ല, അത് ശിർക്കാണ്. അപ്പൊ എന്താ അവരുടെ തെളിവ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ യഹൂദ വൻ നസാറ ഇത്തഖദു ഖുബൂർ അംബിയാഇഹിം മസാജിദ. അംബിയാക്കളുടെ ഖബറുകളിൽ പോയിട്ട് സുജൂദിൽ കിടക്കാറുണ്ടായിരുന്ന അല്ലേ ആരും ജൂതനസ്രാണികൾ അവർ എന്ത് ചെയ്യുമായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ ലഅനത്ത് ചെയ്തിരിക്കുന്നു. ഈ ചെങ്ങാനെ കൊണ്ട് കുടുങ്ങിയത് നീ ഒന്ന് ബസ്സടിക്കാതിരിക്കുക, ഞാനൊന്ന് സംസാരിക്കട്ടെ. അപ്പോ എന്താണ് പറഞ്ഞത്? ലഅനത്ത് ചെയ്യാറുണ്ടായിരുന്നു. ഈ ഹദീസ് വെച്ചുകൊണ്ട് എന്ത് ചെയ്യും? നമ്മുടെ മസലകളെ ഇവരെ എതിർക്കും. അവരോട് നമുക്ക് പറയാനുള്ളത്, അത് വഹാബികളോട് നമുക്ക് വേറെ മറുപടി പറയാനുണ്ട്. പക്ഷെ ഇത് സുന്നികൾ ചെയ്യാൻ പറ്റുമോ? ഷാഫിഈ മദ്ഹബിലോ അല്ലെങ്കിൽ മറ്റ് ഇമാമിയങ്ങളോ പറഞ്ഞു തന്നൊരു മസ്അലക്കെതിരെ ഹദീസ് പറയുക എന്നുള്ളത് സുന്നിയാണ് പറയാൻ പറ്റുമോ? ഇവർക്ക് എന്ത് സുന്നിസമാണുള്ളത്? ഇവർക്ക് എന്ത് സുന്നിയത്താണ് ഇവർക്കുള്ളത്? അതുകൊണ്ട് സഹോദരങ്ങളെ, ഇന്നത്തെ സംവാദത്തിൽ കൃത്യമായിട്ട് നമ്മൾ അവരോട് ചോദിച്ചു. നമ്മളൊരു വാദം എഴുതി, അവര് തികച്ചും വ്യത്യസ്തമായ മറ്റൊരു വാദമാണ് എഴുതിയത്. അപ്പൊ ഒരു സംവാദമാകുമ്പോൾ ആ സംവാദത്തിന്റെ സ്വഭാവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ സംവാദം 2 വാദങ്ങളും പരസ്പരം ഇടയുന്നതായിരിക്കണം. അപ്പൊ അതിന് 2 മാർഗമാണുള്ളത്. ഇതൊക്കെ മുനാദറക്ക് വ്യവസ്ഥക്കിരിക്കുന്ന ആളുകൾക്കറിയാം അതിന് 2 മാർഗമുണ്ട് എന്ന്. ഒന്നാമത്തെ മാർഗം എന്താണ്? 2 കൂട്ടരും വാദിക്കുന്ന വാദം നേർക്കുനേരെ ഇടയുന്നതായിരിക്കണം. ഒന്നിന്റെ നിഷേധമായിരിക്കണം മറ്റേത്. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളെ വാദം എന്താണ്? റസൂലുള്ളാഹിന്റേതല്ല, അപ്പൊ റസൂലുള്ളാഹിന്റേതാണ്. പക്ഷെ അങ്ങനെ അവർ വാദിച്ചില്ല. അവരെന്താ പറഞ്ഞത്? മർക്കസിലുള്ള തിരുകേശം കൊണ്ട് ബർക്കത്ത്. അപ്പൊ അവരുടെ വാദത്തിലൊരു മൗദൂഉമുണ്ട്, ഒരു മഹ്മൂലുമുണ്ട്. മൗദൂ എന്താണ്? മർക്കസിലുള്ള തിരുകേശം എന്നാണ്. മഹ്മൂൽ എന്താണ്? അത് ബർക്കത്തെടുക്കപ്പെടാവുന്നതാണ്, ആദരിക്കപ്പെടാവുന്നതാണ് എന്നാണ്. അപ്പൊ വിഷയം ബർക്കത്തും ആദരവുമാണ്. നമ്മുടെ വിഷയം നബിയുടേതാണോ അല്ലയോ എന്നതുമാണ്. അപ്പൊ 2 നമ്മുടെ വാദത്തിന്റെ പ്രതിവാദം അവരും എഴുതി തരിക, അവരുടെ വാദത്തിന്റെ പ്രതിവാദം നമ്മളും എഴുതി കൊടുത്താൽ എന്തായി? 2ാമത് മാർഗമായി. അഥവാ 2 കൂട്ടരുടെയും വാദവും വന്നു, പ്രതിവാദവും വന്നു. അപ്പൊ എന്തായി? ഒരു വാദപ്രതിവാദമാകും. അപ്പോഴേ സംവാദമാവുകയുള്ളൂ. അത് ഏതൊരു മുനാദറയുടെയും അടിസ്ഥാന തത്വമാണ്, ബേസിക് തിയറിയാണത്. അത് പരിഗണിച്ചുകൊണ്ടുള്ള ഒരു മുനാദറ പ്രായോഗികമല്ല, അത് നടക്കൂല അല്ലേ? ശറഹ് തഹ്ദീബൊക്കെ ഓതിയ ആളുകൾക്ക് അത് വ്യക്തമായിട്ട് അറിയും അല്ലേ? സെയ്ദ് പള്ളിയിലുണ്ട് എന്നുള്ള വാദത്തിനെ ഗണ്ണിക്കേണ്ടത് എങ്ങനെയാണ്? സെയ്ദ് അങ്ങാടിയിലില്ല എന്നല്ല, സെയ്ദ് പള്ളിയിലുണ്ട് എന്നുള്ള വാദത്തിനെ ഖണ്ഡിക്കേണ്ടത് സെയ്ദ് അങ്ങാടിയിൽ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാവാൻ പാടില്ല. സെയ്ദ് പള്ളിയിലുണ്ട് എന്നുള്ള വാദത്തിന് സെയ്ദ് പള്ളിയിലില്ല എന്നായിരിക്കണം എതിർക്കേണ്ടത്. സെയ്ദ് അങ്ങാടിയിലില്ല എന്നുള്ള മറ്റൊരു വാദത്തിന് സെയ്ദ് അങ്ങാടിയിലുണ്ട് എന്നും ആയിരിക്കണം പ്രതിവാദം എഴുതേണ്ടത്. അപ്പോഴേ അതെന്താവുള്ളൂ? അത് അങ്ങോട്ടും ഇങ്ങോട്ടും
നേർക്കുനേരെ നേരിടുന്ന വാദങ്ങളും പ്രതിവാദങ്ങളുമായിട്ട് മാറുള്ളൂ. ഇത് അടിസ്ഥാന നിയമം. ഈ അടിസ്ഥാന നിയമം അവരെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ പറഞ്ഞത്. നമ്മൾ രണ്ടു കൂട്ടരും എഴുതിയ വാദം രണ്ട് വിഷയമാണ്. നിങ്ങൾ എഴുതിയ വിഷയത്തോട് ഞങ്ങൾക്കും യോജിപ്പില്ല, ഞങ്ങൾ എഴുതിയ വിഷയത്തോട് നിങ്ങൾക്കും യോജിപ്പില്ലല്ലോ. അപ്പൊ യോജിപ്പില്ലായ്മ ഇരു കൂട്ടർക്കും ഒരുപോലെ ഉണ്ടായതുകൊണ്ട് ഓരോ കൂട്ടരും ഓരോ വിഭാഗവും അവരവ് മറുവിഭാഗത്തിന്റെ വാദത്തിന്റെ പ്രതിവാദം എഴുതുക. വളരെ നല്ല നിർദ്ദേശമല്ലേ ഞങ്ങൾ നൽകിയത്. എന്തേ ഒരു പ്രതിവാദം എഴുതാൻ, അല്ലെ, എന്തേ ഒരു പ്രതിവാദം എഴുതാൻ അവർക്ക് സാധിച്ചില്ല? ഏറ്റവും സങ്കടമെന്ന് പറയുന്നത് ആ ജഅഫർ സഖാഫിനെ പറ്റിയൊക്കെ പൊതുവെ അവർ പ്രചരിപ്പിക്കുന്നത് ഭയങ്കര മഹാപണ്ഡിതനായിട്ടാണ്. അപ്പൊ നോക്കുമ്പോ പകരന്റെ ശിഷ്യനാണെന്നുള്ളത് അവിടെ ചെന്നപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത്. അതോടുകൂടി അയാളെ കാറ്റുപോയി. സാലിബ കുല്ലിയ എന്താണ്, സാലിബ കുല്ലിയയുടെ എതിർവാദം എന്താണ്, ഇതുപോലും അറിയാത്ത സാധു. അതേപോലെ തന്നെ ദഅവ വാദം എന്ന് പറഞ്ഞാൽ എന്താണ്? വാദം സമർത്ഥനം. സമർത്ഥനം വാദമല്ല. നബിയുടേതല്ലെന്ന് സമർത്ഥിക്കുന്നു എന്നുള്ളതല്ല വാദം. നബിയുടേതല്ല എന്ന വാദം ഞങ്ങൾ സമർത്ഥിക്കാമെന്ന്. അപ്പൊ വാദം എന്ന് പറഞ്ഞാൽ നബിയുടേതല്ല. സമർത്ഥനം ഒരിക്കലും എന്തല്ല, വാദമല്ല. എന്നിട്ട് ഈ പൊട്ടന്മാരെ ഇത് എന്താണ്? നിങ്ങൾ സമർത്ഥിക്കുന്നു എന്നുള്ള വാദം നിങ്ങൾക്ക് കഴിയില്ല, സമർത്ഥിക്കാൻ കഴിയില്ല എന്നുള്ള അവരുടെ വ്യാമോഹമല്ലേ. വ്യാമോഹം എങ്ങനെ മറുവാദമാകുമോ? അതിപ്പോ നമുക്ക് അങ്ങോട്ടും പറഞ്ഞൂടെ? അതാണ് ഞങ്ങൾ പിന്നെ എന്ത് ചെയ്യുന്ന അങ്ങനെങ്കിലും ഒരു സംവാദം നടക്കട്ടെ. ഈ ചങ്ങന്മാർക്ക് മുനാവറയുടെ നിയമം അറിയില്ലെങ്കിൽ അവർക്ക് അങ്ങനെ ഉണ്ടല്ലോ, തൊളിച്ചോടത്തേക്ക് പോകില്ലെങ്കിൽ പിന്നെ പോകുന്നോടത്തേക്ക് തൊളിക്കുക എന്ന് പറഞ്ഞൊരു ഏർപ്പാടുണ്ടല്ലോ. ആ ഒരു അടവ് ഞങ്ങൾ സ്വീകരിച്ചു. എന്നാ പിന്നെ ഞങ്ങളത് എഴുതി കൊടുത്തു. എന്നാൽ കാരന്തൂർ മർക്കസിലുള്ള തിരികേഷൻ നബിയുടേതാണെന്ന് സമർത്ഥിക്കാൻ നിങ്ങൾക്കും സാധ്യമല്ല. പക്ഷെ അതിനു പോലും അവർ തയ്യാറായില്ല. തയ്യാറാവാത്ത വിധം അവർ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ഇല്ലേ? നിഷ്പക്ഷമായിട്ടായിരിക്കണം എന്റെ ശ്രോതാക്കൾ ഇത് മനസ്സിലാക്കുന്നത്. അല്ലാതെ പക്ഷപാതിത്വത്തോടുകൂടിയല്ല ഞാനിത് പറയുന്നത്. വളരെ നിഷ്പക്ഷമായിട്ട് അവര് സംഭവം ഇന്ന് വന്നിട്ടുള്ളത്, ഇന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് വാദപ്രതിവാദം. കാരണം മർക്കസിലുള്ള കേശം എന്ന വിഷയത്തിൽ തന്നെ വിഷയങ്ങൾ കൈമാറിയ ഒരു വ്യവസ്ഥ അത് ചരിത്രത്തിൽ ആദ്യമാണ്. അതേസമയത്ത് ഈ മാസം തന്നെ ഈ ഫെബ്രുവരി മാർച്ച് മാസത്തിൽ തന്നെ പല സ്ഥലങ്ങളിലായിട്ട് പല എഴുത്തുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഒരു പോയിന്റിൽ അഥവാ കാരന്തൂർ മർക്കസിലുള്ള മുടി എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ടുള്ള ഒരു വാദപ്രതിവാദത്തിൽ അവർ എത്തിയിരുന്നില്ല. അവരതിലേക്ക് എത്താൻ തയ്യാറായിരുന്നില്ല. അവർ പിന്നെ ലോകത്തെ മുടികൾ നിങ്ങൾ അംഗീകരിക്കുന്നത് എങ്ങനെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മറ്റൊരു വിഷയത്തിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ഇത് കാരന്തൂർ മർക്കസിലുള്ള മുടിയെ തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു വാദപ്രതിവാദം എന്ന നിലക്ക് നടക്കുമെന്ന് 100% ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ആ ഓഡിറ്റോറിയത്തിലേക്ക് കടന്നു ചെന്ന ഞങ്ങൾക്ക് നിരാശയായിരുന്നു ഇവർ സമ്മാനിച്ചത്. വളരെ നിരാശ. അത് നടക്കേണ്ടതായിരുന്നു, വാദപ്രതിവാദം നടക്കേണ്ടതായിരുന്നു. ഇൻഷാ അല്ലാഹ് ഇനി ബാക്കി കാര്യങ്ങൾ ബഹുമാനപ്പെട്ട സുന്നീസവും അതുപോലെയുള്ള മറ്റു നമ്മുടെ സുഹൃത്തുക്കളും എല്ലാവരും വിശദീകരിക്കുമെന്ന് മാത്രം നിങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുകയാണ്. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.